പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഏകദേശം 40ഓളം ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് മേഖലകളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ നമ്മൾ ഒരു വീഡിയോയിലേക്ക് പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോന്നിനെയും വിശദീകരിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒന്നുകിൽ ഈ ഓഡിയോ കേട്ട് പഠിക്കുക. പിന്നെ രണ്ടാമതായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രോജക്റ്റുകളിൽ പലതിൻ്റെയും പേരിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ സർവശിക്ഷ അഭിയാൻ പോലുള്ള ഓരോ പേരുകൾ, അല്ലെങ്കിൽ സമേതം പോലുള്ള പദ്ധതികൾ, ഇതൊക്കെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ഈ സംഭവം എന്താണെന്ന് ഊഹിച്ചെടുക്കാം. അപ്പോൾ ബൈഹാർട്ട് പഠിക്കാതെ ഇത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി ആ പേര് എന്താണെന്ന് ഓർത്ത് വെച്ച് അതിലെ സംഭവം മനസ്സിൽ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് ആദ്യമായിട്ട് സർവശിക്ഷ അഭിയാൻ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് സർവശിക്ഷ അഭിയാൻ എന്നത്. ചുരുക്കത്തിൽ SSA എന്ന രൂപത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാക്കാൻ വേണ്ടി 2001 നിലവിൽ വന്ന പദ്ധതിയാണിത്. 1993-94 വർഷങ്ങളിൽ ആരംഭിച്ച DPEP പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പദ്ധതിയുടെ വികസിത രൂപമെന്ന നിലയിലാണ് സർവശിക്ഷ അഭിയാൻ ആരംഭിച്ചത്. രണ്ടാമതായിട്ട് രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SSA മാതൃകയിൽ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ 2009 നടപ്പിലാക്കിയ പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ, അഥവാ RMSA എന്ന ചുരുക്ക പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. അടുത്തത് മൂന്നാമതായിട്ടുള്ള പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. ഇതൊക്കെ കൂടി മാറിപ്പോകരുത്. ഇപ്പോൾ സമഗ്രം എന്നുള്ള ആ വാക്ക് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടുന്നുണ്ട്, എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, അല്ലേ? അപ്പോൾ SSAയും നമ്മൾ നേരത്തെ പറഞ്ഞ സർവശിക്ഷ അഭിയാനും അതേപോലെ തന്നെ RMSAയും രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാനും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ലയിപ്പിച്ചുകൊണ്ട് 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ മേഖലയെ ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. അപ്പോൾ ആ പേരിൽ തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ സർവശിക്ഷ അഭിയാൻ 6 മുതൽ 14 വയസ്സ് വരെയും രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്കാണ്. പക്ഷേ സമഗ്ര ശിക്ഷാ അഭിയാൻ 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള എല്ലാ കുട്ടികൾക്കുമായിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഓർത്ത് വെക്കുക. 4ാമത്തെ പദ്ധതിയാണ് ഉച്ചഭക്ഷണ പദ്ധതി. ഈ പേരിൽ തന്നെ അതിൻ്റെ കൃത്യമായ മീനിങ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുക. അപ്പോൾ 1995 ഈ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ എല്ലാ സ്കൂൾ കുട്ടികൾക്കും പോഷക ആഹാരം നൽകുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓർത്ത് വെക്കാം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ പോഷകാഹാരം എന്നുള്ളൊരു സംഗതി ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കൈറ്റ് അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് കൂടിയാണ്. അപ്പോൾ ഇത് 2017 ഇങ്ങനെയൊരു പദ്ധതി ആരംഭിക്കുന്നത്. നമ്മൾ അതിനു മുമ്പ് 2001 IT അറ്റ് സ്കൂൾ എന്ന പേരിൽ എല്ലാ സ്കൂളുകളിലും IT അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കാൻ വേണ്ടി സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു. അപ്പോൾ പിന്നീട് 2017 ഈ IT അറ്റ് സ്കൂൾ എന്ന പദ്ധതിയെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഒരു കമ്പനിയായി മാറ്റി. അപ്പം അങ്ങനെയാണ് കൈറ്റ് എന്ന പേരിൽ
ഒരു വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലൊരു കമ്പനി, ഒരു സ്വതന്ത്രമായൊരു കമ്പനി രൂപപ്പെടുന്നത്. അപ്പോൾ അതാണ് കൈറ്റ്. നെക്സ്റ്റ് വൺ, IT അറ്റ് സ്കൂൾ. നമ്മൾ യഥാർത്ഥത്തിൽ കൈറ്റിന് മുന്നേ പറയേണ്ട ഒരു പോയിൻ്റ് ആയിരുന്നു ഇത്. എന്നാലും കുഴപ്പമില്ല. IT അറ്റ് സ്കൂളിൽ തന്നെ ആ പേരിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ആൻസർ ഉണ്ട് അല്ലേ. IT വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. 2001 കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഇൻഫർമേഷൻ ടെക്നോളജി അധിഷ്ഠിതമായ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണിത്. ഈ പദ്ധതിയാണ് പിന്നീട് 2017 കൈറ്റ് എന്ന പേരിൽ ഒരു കമ്പനിയായി രൂപപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് IT വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. അപ്പോൾ IT എന്ന പേരിൽ തന്നെ ആ ഒരു ആൻസർ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് സമഗ്ര. ഇത് ആ പേരിലുണ്ട്, എല്ലാം ഉൾപ്പെടുന്നത് സമഗ്രം അല്ലേ. ഇത് 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ തന്നെ സ്റ്റഡി റിസോഴ്സസും ലഭിക്കാനായി കൈറ്റ് വികസിപ്പിച്ചെടുത്ത ഈ പോർട്ടൽ സംവിധാനമാണ്. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ഉള്ള കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളുകളില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ, അത് പുസ്തകങ്ങൾ, അതേപോലെ തന്നെ മറ്റ് പഠന സഹായികളൊക്കെ ലഭിക്കാനായിട്ട് കൈറ്റ് വികസിപ്പിച്ചെടുത്ത ഈ പോർട്ടൽ സംവിധാനമാണ് സമഗ്ര. അപ്പോൾ ആ പേരിൽ തന്നെ അതിൻ്റെ കൃത്യമായ മീനിങ് അടങ്ങിയിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ, കൂൾ അഥവാ കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. കൂൾ അഥവാ കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. ഈ ഫുൾ ഫോം കൂടി പഠിച്ചു വെക്കണം. കഴിഞ്ഞ വർഷത്തെ ഇൻ്റർവ്യൂവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് പല ഫുൾ ഫോമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് ചോദിച്ച കുറേ ഫുൾ ഫോം ഉൾപ്പെടുന്ന കുറേ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പഠിക്കുക. അപ്പോൾ കൂൾ കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ എന്താണ് കൂൾ? കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ വികസിപ്പിച്ച ഓൺലൈൻ പോർട്ടൽ സംവിധാനമാണ് കൂൾ. അപ്പോൾ കൂളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകാൻ വേണ്ടി വികസിപ്പിച്ച ഓൺലൈൻ പോർട്ടൽ സംവിധാനമാണ് കൂൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ബെൽ. ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റ് കൂടിയാണ് ഫസ്റ്റ് ബെല്ല്. അപ്പോൾ ആ പേരിൽ തന്നെ ഏകദേശം ഉത്തരവുണ്ട്. ഫസ്റ്റ് ബെല്ല് അല്ലേ. നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേൾക്കുന്ന ഫസ്റ്റ് ബെല്ലും അതുമായി ബന്ധപ്പെട്ട സംഭവം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക മനസ്സിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് COVID-19 കാരണം ഏകദേശം ഇപ്പോൾ 2ാമത്തെ വർഷമാണ് സ്കൂള് അടഞ്ഞു കിടക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യത്താൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് പഠന സൗകര്യം വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഓർത്തെടുക്കാം, COVID-19 സാഹചര്യത്തിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി പഠന സൗകര്യം വീട്ടിൽ തന്നെ ഒരുക്കി കൊടുത്ത പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. അപ്പോൾ ബെല്ല് വീട്ടിൽ നിന്ന് തന്നെ അടിക്കുക അല്ലെ, അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കുക. അപ്പം ബെല്ല് വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും അടിക്കുന്നു, അവിടെ നിന്ന് തന്നെ പഠിക്കുന്നു. ഇപ്പോൾ സ്കൂളിലുള്ള ബെല്ല് ഇല്ല എന്നങ്ങ് വിചാരിക്കുന്നു. ആ രീതിയിൽ ഓർത്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് NCPCR. കഴിഞ്ഞ തവണ ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഫുൾ ഫോം കൂടി ഓർത്തെടുക്കുക. NCPCR എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതായത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംഘടന, അല്ല സംഘടനയുള്ള സ്ഥാപനം. ഇപ്പോൾ 2007 കേന്ദ്ര സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് NCPCR. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ
18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അപ്പോൾ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 2007 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് NCPCR. അപ്പോൾ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ വളരെ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ NCPCR എന്ന ഒരു മേഖല വളരെ പ്രസക്തമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. NCPCR അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഫോം ചെയ്ത ഭരണഘടനാ സ്ഥാപനം. ഓക്കെ, നെക്സ്റ്റ് വൺ DPEP അഥവാ ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. DPEP എന്ന പദ്ധതി പിന്നീട് SSA എന്ന രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് DPEP എന്ന് പറഞ്ഞാൽ? പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, അല്ലേ? പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1994 ആരംഭിച്ച പദ്ധതിയാണ് DPEP. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികമാക്കുവാൻ വേണ്ടി 1994 ആരംഭിച്ച പദ്ധതിയാണ് DPEP. ഈ DPEP ആണ് പിന്നീട് 2001 SSA ആയി, അല്ലെങ്കിൽ സർവശിക്ഷ അഭിയാൻ എന്ന രൂപത്തിലേക്ക് കുറച്ചുകൂടി വിശാലമായി മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ EduSat. അപ്പോൾ ഈ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്, അല്ലേ? എഡ്യൂക്കേഷനും പ്ലസ് സാറ്റലൈറ്റും, അങ്ങനെ അത് രണ്ടും കൂടി ചേർത്താണ് ചുരുക്കിയിട്ട് EduSat-ആയി മാറിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. അറിവിൻ്റെ ഉപഗ്രഹം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി 2004 ഇന്ത്യ നിർമ്മിച്ച ഉപഗ്രഹമാണ്, അല്ലെങ്കിൽ തദ്ദേശീയ ഉപഗ്രഹമാണ് EduSat. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാം. വിദ്യാഭ്യാസ മേഖലയുടെ, അല്ലെങ്കിൽ എല്ലാ അറിവിൻ്റെ മേഖലയുടെയും പുരോഗതിക്കായി 2004 ഇന്ത്യ നിർമ്മിച്ച ഉപഗ്രഹമാണ് EduSat. വളരെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വിക്ടേഴ്സ്, ഇത് പലരും കേട്ട് കാണും. കാരണം ഇതൊരു ചാനലായതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ പലരും, കുട്ടികളൊക്കെ ഈ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു EduSat, അല്ലെ? വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് ഇന്ത്യ നിർമ്മിച്ച ഉപഗ്രഹം. അപ്പോൾ ഈ ഉപഗ്രഹ സഹായത്തോടെ ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടി ഉൾപ്പെടുന്ന ചാനലാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിപാടിയാണ് വിക്ടേഴ്സ്. ഇതൊരു ചാനലാണ്. ഈ ചാനലിലൂടെ വിദ്യാഭ്യാസപരമായ വാർത്തകളും അതേപോലെ തന്നെ പഠിക്കാൻ ആവശ്യമായ പരിപാടികളും മറ്റും കാര്യങ്ങളൊക്കെയാണ് സംപ്രേഷണം ചെയ്തിരുന്നത്. അപ്പോൾ EduSat ഉപഗ്രഹ സഹായത്തോടെ 2004 ആരംഭിച്ച വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ചാനലാണ് വിക്ടേഴ്സ്. ഓക്കെ, ഇനി മറന്നു പോരുത്. അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ചാനലാണ് വിക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ആ പേരിൽ തന്നെ അതിൻ്റെ ഏകദേശ മീനിങ്ങും അടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് പഴക്കമുള്ളൊരു പ്രോജക്റ്റാണ്, എങ്കിലും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം എവിടെ നിന്നാണ് ചോദ്യം വരിക എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പം അതും ഓർത്ത് വെക്കുക. 1987 ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി, പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി 1987 ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഇതിന് സമാനമായ മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. അതും കൂടി എന്ത് ചെയ്യണം? ഈ കൂട്ടത്തിൽ പഠിക്കണം. ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡും. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പേരിൽ തന്നെ വ്യക്തമായിട്ട് ഇതിൻ്റെ മീനിങ് അടങ്ങിയിട്ടുണ്ട്.
അല്ലെ ഡിജിറ്റൽ സാഹചര്യത്തോടുകൂടി വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പോലെ തന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഡിജിറ്റൽ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇപ്പോഴത്തെ ക്ലാസ് റൂമുകളിലൊക്കെ ഡിജിറ്റൽ ക്ലാസ് റൂം, അതേപോലെ തന്നെ പാഠപുസ്തകങ്ങളും ക്ലാസ്സുകളൊക്കെ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു പോയിൻ്റാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. അപ്പോൾ ഡിജിറ്റൽ സൗകര്യത്തോടു കൂടി വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണിത്, അല്ലേ? പല ക്ലാസ്സുകളിലും നമുക്കറിയാം, പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ ഓർഗൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് ക്ലാസ്സിൽ നിന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ. അപ്പോൾ ഇത് എന്ത് ചെയ്യും, പഠനം ഒന്നുകൂടി ആഴത്തിൽ ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് വളരെയേറെ സഹായമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ വളരെ നല്ല ഒരു സ്വീകാര്യത ഈ പ്രോജക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഫോർ ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. ഓക്കെ. അപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് മധുരം പ്രഭാതം. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന 95% ട്യൂഷന് പോകുന്ന കുട്ടികളാണ്. പല ട്യൂഷനുകളും ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ട്യൂഷനായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള ട്യൂഷനുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ പുലർച്ചെ എഴുന്നേറ്റ് അല്ലെങ്കിൽ 7 മണിക്കും 7:30ക്കൊക്കെ ആയിരിക്കും ട്യൂഷൻ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഭക്ഷണം കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് പോവുക. പുലർച്ചെ ട്യൂഷൻ എത്തി അവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് വന്ന് സ്കൂൾ സമയം കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ക്ഷീണിതരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനവും സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചത്. ചിലപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടികളൊന്നും ട്യൂഷന് പോകണമെന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു LKG മുതലേ രക്ഷിതാക്കൾ ട്യൂഷനൊക്കെ ഏർപ്പാടായി തുടങ്ങുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം ഇങ്ങനെ ഈ പഠനഭാരത്താൽ ബുദ്ധിമുട്ടുന്ന, സാഹചര്യത്താൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാതെ സ്കൂളിലേക്ക് വരികയും, അല്ലെ 1ാമത്തെ 2ാമത്തെ പീരീഡെല്ലാം ആകുമ്പോഴേക്കും കുട്ടികൾ അവശരായിട്ട് ഉറക്കം തൂങ്ങുകയും ചെയ്യുന്നൊരു സംവിധാനം, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം മറികടക്കാൻ വേണ്ടി പ്രഭാത ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് ഭക്ഷണം നൽകാൻ വേണ്ടി ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് മധുരം പ്രഭാതം. അപ്പം ഭക്ഷണം കഴിക്കാതെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും ഭക്ഷണം നൽകാൻ വേണ്ടി ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് മധുരം പ്രഭാതം. വളരെ നല്ലൊരു പ്രോജക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പോയിൻ്റ് കൂടിയാണ്. അപ്പോൾ മധുരം ഓർമ്മിച്ചായി, പ്രഭാതം രാവിലത്തെ മധുരം അതങ്ങ് ഓർമ്മിച്ച് വെച്ചായി. ഓക്കെ. അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ആശയം കൂടിയാണിത്. അതായത് വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കി അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കി വിദ്യാഭ്യാസ നവീകരണത്തിനായി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അധ്യാപകരായിക്കോട്ടെ, അതേപോലെ തന്നെ വിദ്യാർത്ഥികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരുടെ സാഹചര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നവീകരിക്കുക, അടിമുടി മാറ്റം വരുത്തലല്ല, ചില മാറ്റങ്ങളൊക്കെ വരുത്തി നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അടുത്ത പ്രോജക്റ്റ്, ഇതും വളരെ പ്രധാനപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്. ആ പേരിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പല പോയിൻ്റുകൾ പോലെ തന്നെ ഇതും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം, ഓർത്ത് വെക്കാം. താലോലം, അല്ലേ? താലോലിക്കുക. നമ്മൾ സാധാരണഗതിയിൽ മക്കളെയാണ് താലോലിക്കുക. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാരക രോഗങ്ങൾ ബാധിക്കുന്ന, അല്ലെ, പല മാരക രോഗങ്ങളും ബാധിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ധനസഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് താലോലം.
അപ്പം മാരക രോഗങ്ങൾ ബാധിക്കുന്ന കുട്ടികൾക്ക് ധനസഹായം നൽകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് താലോലം. അപ്പോൾ ഇവിടെ വളരെ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ താലോലം എന്നുള്ള വാക്ക് ഓർക്കുക. മാരക രോഗങ്ങൾ ബാധിക്കുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കരുതൽ കൊടുത്ത് അവർക്ക് ധനസഹായം കൊടുത്ത് അവരെ താലോലിച്ച് ജീവിതത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും മടക്കി കൊണ്ടുവരും എന്നൊരു ഓർമ്മയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, താലോലം എന്നുള്ള വാക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കുക. നെക്സ്റ്റ് വൺ, എൻ്റെ മരം. ഇതും നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്ത് വെക്കാം. മരം എന്നുള്ള വാക്കിൽ തന്നെ നമ്മളെ ഉത്തരവുണ്ട് അല്ലേ, എൻ്റെ മരം. അപ്പോൾ കുട്ടികളിൽ പ്രകൃതി സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും കേരള വനം വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ മരം. ഒന്നുകൂടി നോക്കാം. കുട്ടികളിൽ പ്രകൃതി സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ മരം. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് മരങ്ങൾ സ്കൂളുകളിൽ നടുകയും, അതേപോലെ സ്കൂളുകളിൽ മാത്രമല്ല പൊതു സ്ഥലങ്ങളിലും ഈ കുട്ടികൾ മരം നടുകയും ആ മരങ്ങളൊക്കെ ഇപ്പോൾ വളർന്ന് വലുതായി ഉള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പത്രത്തിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആഗോളതാപനത്തിൻ്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും കുട്ടികളിൽ പ്രകൃതി ബോധവും പ്രകൃതി സ്നേഹവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് പഠിക്കണമെന്ന് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓഡിയോ 1-2 തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓർത്ത് വെക്കാം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ പോയിൻറ്റിനെ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ലീപ്പ്, ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം. ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം. ഈ ഫുൾ ഫോമുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 2-3 ഫുൾ ഫോം ഉണ്ട്, പിന്നെ ഇനി കുറച്ചുകൂടി ഉണ്ട്. അത് ഞാൻ വീഡിയോ ലാസ്റ്റിൽ തരാം. അപ്പോൾ ഫുൾ ഫോം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം. അപ്പോൾ ഇത് ആ പേരിൽ തന്നെ ഉണ്ട്, ലീപ്പിൽ അവെയർനെസ് അല്ലേ, നമുക്ക് ഒരു ബോധം ഉണ്ടാക്കുക കുട്ടികളിൽ. ഇത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ലീപ്പ് അല്ലേ. ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് വളരെയധികം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മൾ അനുവർത്തിച്ച് വരുന്ന പല ഭക്ഷണ രീതികളും ജീവിത രീതികളൊക്കെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങളുടെ പ്രധാന കാരണം അല്ലേ. ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഷുഗർ പോലുള്ള, പ്രഷർ പോലുള്ള, കൊളസ്ട്രോൾ പോലുള്ള ഒരുപാട് രോഗങ്ങൾ. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ അതിനെ പറ്റി കൃത്യമായ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ കാരണം എന്താണ്, അത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നൊക്കെ ഉള്ള ഒരു ബോധം ഉണ്ടാക്കി പല സ്കൂളിൻ്റെ അടുത്ത് നിന്നും പെട്ടിക്കടകളിൽ നിന്നൊക്കെ കുട്ടികൾ ഒരുപാട് മിഠായികളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിക്കും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് ഭക്ഷണ കാര്യത്തിലും അതുപോലെ തന്നെ ജീവിതചര്യയുടെ കാര്യത്തിലും അവരെ കൃത്യമായിട്ട് ബോധവാന്മാരാക്കുക. അപ്പോൾ അതിലൂടെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ലീപ്പ് അഥവാ ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം. അടുത്തതായിട്ട് ബാലമുകുളം. ഇതും വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇത് ആരോഗ്യ വകുപ്പാണ് മുന്നോട്ട് വെച്ചത് ഇങ്ങനെയൊരു പദ്ധതി. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാലമുകുളം. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് കേരള ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാലമുകുളം. അപ്പോൾ ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ ആരോഗ്യം ആയുർവേദത്തിലൂടെ സംരക്ഷിക്കാൻ വേണ്ടി കേരള ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാലമുകുളം. നെക്സ്റ്റ് പ്രോജക്റ്റാണ് ആരോഗ്യ കിരണം.
ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യകിരണം. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യകിരണം. അടുത്തതും നമുക്ക് പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും അല്ലേ. ക്ലീൻ ക്യാമ്പസ് ക്ലീൻ ആക്കുക, സേഫ് ക്യാമ്പസ്. അപ്പോൾ ഏതോ രീതിയിൽ ക്യാമ്പസിനെ സേഫ് ആക്കുക. അപ്പം വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഇപ്പോൾ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് വിദ്യാലയങ്ങളിൽ നമുക്കറിയാം ലഹരി വസ്തുക്കൾ ധാരാളമായിട്ട് വിൽപ്പന നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും പല മാരകമായ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് എജു വിജിൽ. ഇത് ഗവൺമെൻറ് മേഖലയുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് അല്ല. അതായത് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്കൂളുകളുണ്ട്. അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നതായിട്ട് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടപ്പോൾ ഇത്തരം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഴിമതി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എജു വിജിൽ. കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഴിമതി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എജു വിജിൽ. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോജക്റ്റാണ് ഓപ്പറേഷൻ വാത്സല്യം. അപ്പോൾ ഇതും പേരിൽ നിന്ന് ഏകദേശം നമുക്ക് ഊഹിച്ചെടുക്കാം അല്ലെ. വാത്സല്യം, അപ്പോൾ വാത്സല്യം തോന്നുന്നത് കൂടുതലായിട്ടും കുട്ടികളോടാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് ധാരാളമായി കണ്ടുവരുന്ന പ്രവണതയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ. പല ആവശ്യങ്ങൾക്കുമായിട്ട് കൊള്ളസംഘങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള പ്രവണതകൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഓപ്പറേഷൻ വാത്സല്യം എന്ന പേരിൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചത്. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി രൂപം നൽകിയ പ്രത്യേക പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി രൂപം നൽകിയ പ്രത്യേക പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് അതുല്യം. പ്രാഥമിക വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അതുല്യം. വളരെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. പ്രാഥമിക വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അതുല്യം. അടുത്ത പദ്ധതി നമുക്ക് എന്ത് ചെയ്യാം, പേരിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം മെച്ചപ്പെടുത്താനായി ആരംഭിച്ച പദ്ധതിയാണ് ഹലോ ഇംഗ്ലീഷ് അല്ലേ. ഹലോ ഇംഗ്ലീഷ്, ആ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യം പെട്ടെന്ന് ഓർത്തെടുക്കാം. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പല അധ്യാപകരും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം 1-ാം ക്ലാസ് മുതൽ പല സ്കൂളുകളിലും ആരംഭിച്ചപ്പോഴേ അവിടെയുള്ള അധ്യാപകർക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് ഒന്നുകൂടി മെച്ചപ്പെടുത്തി ആ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനായിട്ട് അവരെ നിയോഗിക്കാൻ വേണ്ടി സർക്കാർ ആരംഭിച്ച ഇംഗ്ലീഷ് പ്രാവീണ്യം പദ്ധതിയാണ് ഹലോ ഇംഗ്ലീഷ്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സമേതം. ഇത് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ഓൺലൈൻ പോർട്ടൽ സംവിധാനമാണ് സമേതം. അപ്പോൾ പൊതുജനങ്ങൾക്ക് സംസ്ഥാനത്തെ ഏത് വിദ്യാലയത്തെ പറ്റിയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ പോർട്ടലിൽ കയറിയിട്ട് ആ സ്കൂളിൻ്റെ പേരും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഇതിൽ വരും. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാനായി ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് സമേതം. അടുത്ത പ്രോജക്റ്റ് ടാലൻറ്റ് ലാബ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു
ആൻസർ കിട്ടും. അപ്പോൾ ടാലൻറ്റുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇതൊന്ന് നോക്കാം. സംസ്ഥാനത്തെ സ്കൂളിലെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ടാലൻറ്റ് ലാബ്. ഇപ്പോൾ 1ാം ക്ലാസ് മുതലുള്ള പഠിക്കുന്ന കുട്ടികളിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നന്നായി പാട്ട് പാടുന്ന, അല്ലെങ്കിൽ കഥ എഴുതുന്ന, കവിത എഴുതുന്ന, ഇങ്ങനെ പല രീതിയിൽ കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും അതേപോലെ തന്നെ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനായി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഗവൺമെൻറ് കണ്ടെത്തിയ, നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റാണ് ടാലൻറ്റ് ലാബ്. അപ്പോൾ ഈ പേരിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്, ടാലൻറ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തുക. ഓക്കെ. ടാലൻറ്റ് ലാബ് പോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റാണ് സർഗ വിദ്യാലയ. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ആ പേരിൽ നിന്ന് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ കഴിയും. സർഗ വിദ്യാലയ. അപ്പോൾ വിദ്യാലയത്തിലെ സർഗാത്മകമായ എന്തോ ഒരു പ്രോജക്റ്റ് ആയിരിക്കും. ഈ പദ്ധതിയിൽ കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കാൻ വേണ്ടി SSIയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർഗ വിദ്യാലയ. അതായത് കുട്ടികളിലെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കാൻ SSIയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർഗ വിദ്യാലയ. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് അക്ഷരവൃക്ഷം. ഇത് പുതിയതായിട്ട് വന്നൊരു പദ്ധതി ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഓർത്തു വെക്കണം. COVID-19 ഭാഗമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ വീടുകളിൽ ചെലവഴിക്കാൻ നിർബന്ധിതരായ കുട്ടികൾക്ക് അവരുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് അക്ഷരവൃക്ഷം. ഈ പദ്ധതി പ്രകാരം പരിസര ശുചിത്വം, രോഗപ്രതിരോധ ശേഷി എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി കുട്ടികൾക്ക് ലേഖനം, കഥ, കവിത എന്നിവ പ്രസിദ്ധീകരിക്കാനുള്ള പദ്ധതിയാണ് അക്ഷരവൃക്ഷം പദ്ധതി. അപ്പോൾ ചുരുക്കത്തിൽ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗാത്മകത പ്രകാശിപ്പിക്കുന്നതിനായി കഥയും കവിതയും ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം. അടുത്തത് ശ്രദ്ധ. ഇതിൽ വാക്കിൽ തന്നെ ഏകദേശം അതിൻ്റെ അർത്ഥമുണ്ട്. 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ശ്രദ്ധ. 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ശ്രദ്ധ. നെക്സ്റ്റ് വൺ, നവപ്രഭ. ഇതും ശ്രദ്ധ പോലെ തന്നെ മറ്റൊരു പഠന പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. പക്ഷേ ഇത് 3ാം ക്ലാസ്സുകൾ 8ാം ക്ലാസ് വരെ ഉള്ളതല്ല, മറിച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി രൂപം കൊടുത്ത പദ്ധതിയാണ് നവപ്രഭ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി രൂപം കൊടുത്ത പദ്ധതിയാണ് നവപ്രഭ. അടുത്ത പദ്ധതി നമുക്ക് പേരിൽ നിന്ന് ഏകദേശ അർത്ഥം ഊഹിച്ചെടുക്കാവുന്നതാണ്, സമ്പൂർണ്ണ. അതായത് കേരളത്തിലെ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ, കേരളത്തിലെ 1 മുതൽ ഹയർ സെക്കൻഡറി തലം വരെ പഠിക്കുന്ന കുട്ടികളുടെയും അതേപോലെ തന്നെ അധ്യാപകരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനമാണ് സമ്പൂർണ്ണ. കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനമാണ് സമ്പൂർണ്ണ. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രോജക്റ്റുകളും പറഞ്ഞു കഴിഞ്ഞ്, ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ ഇൻ്റർവ്യൂവിന് ചോദിച്ച പ്രധാനപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, ഭരണഘടനാ വകുപ്പുകൾ നോക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വെക്കുക. ഒന്നാമത്തത് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A ഇതിൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കാൻ വേണ്ടി പറയുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 21A. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതും വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് ആർട്ടിക്കിൾ 24.
ബാലവേല നിരോധനം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു വകുപ്പായിരിക്കും. പല PSC പരീക്ഷകളിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം, അതും ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് ആർട്ടിക്കിൾ 45 ഇതിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായ സംരക്ഷണവും നൽകാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 45. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് ആവശ്യമായ സംരക്ഷണവും നൽകാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 45. ഇനിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ആർട്ടിക്കിൾ 51A. ഭൂരിപക്ഷം ആളുകൾക്കും അറിയാൻ പറ്റും. മൗലിക ചുമതല അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 51A. ഇതിൽ 6നും 14നും ഇടയിലുള്ള കുട്ടികളുടെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ സംരക്ഷണ ചുമതല അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ചുമതലയും രക്ഷിതാക്കളിൽ അർപ്പിതമാണ്. പല രക്ഷിതാക്കളും കുട്ടികളെ ബോർഡിംഗ് സ്കൂളുകളിലും അങ്ങനെ പല സ്ഥലത്തും ആക്കിയിട്ട് എന്ത് ചെയ്യുക, അവരുടേതായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികളുടെ ഭാവിയും അവരുടെ മാനസിക വളർച്ചയും ദോഷകരമായി ബാധിക്കുന്ന ഈ ഒരു അവസ്ഥ ഇല്ലാതാക്കിക്കൊണ്ട് പകരം കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായി രക്ഷിതാക്കളിലാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് മൗലിക ചുമതലയിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് എഴുതി ചേർത്തത്. അടുത്തത് കഴിഞ്ഞ 1-2 ഇൻ്റർവ്യൂകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് വിദ്യാഭ്യാസ അധികാര ശ്രേണിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ പറയാൻ പറഞ്ഞാൽ പല ആളുകൾക്കും അല്ലെങ്കിൽ പല ഉദ്യോഗാർത്ഥികൾക്കും അത് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓർഡർ എഴുതി ചേർത്തത് അല്ലെങ്കിൽ ഇതിൽ കൊടുത്തത്. അപ്പോൾ വിദ്യാഭ്യാസ അധികാര ശ്രേണിയിൽ ഏറ്റവും മുകളിലായിട്ട് വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ സംസ്ഥാന തലത്തിലാണ് പറയുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിക്ക് തൊട്ട് താഴെയായിട്ട് DPI അഥവാ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസും DPIക്ക് തൊട്ട് താഴെയായിട്ട് DDE ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, DDEക്ക് താഴെയായിട്ട് DEO. ഇത് ഭൂരിപക്ഷം ആളുകളും കേൾക്കാൻ സാധ്യതയുണ്ട്. DEO അഥവാ ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. DOയ്ക്ക് താഴെ AEO നമ്മൾ ഭൂരിപക്ഷം കേട്ട വാക്കാണ്. അപ്പോൾ AEO അഥവാ അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. AEOയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഇത്രയുമാണ് വിദ്യാഭ്യാസ അധികാര ശ്രേണി. ഒരു തവണ കൂടി പറയാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, DPI, DDE, DEO, AEO, ഹെഡ് മാസ്റ്റർ. ഇതുകൂടി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസക്തമായ ഒരുപാട് ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ അടുത്തതായിട്ട് ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.